US താരിഫുകൾക്കുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കാൻ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരുങ്ങുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ പ്രാദേശിക വ്യാപാരം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം. അടുത്തിടെ 3 രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ചർച്ചയെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. 5 വർഷത്തിനിടെ ആദ്യമായാണ് ഇങ്ങനെയൊരു സാമ്പത്തിക ചർച്ചയിൽ 3 രാജ്യങ്ങളും പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചൈനീസ് മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ വെയ്ബോയിലെ ഒരു പോസ്റ്റ് പ്രകാരം ജപ്പാനും ദക്ഷിണ കൊറിയയും ബെയ്ജിംഗിൽ നിന്ന് അസംസ്കൃത സെമി കണ്ടക്ടർ വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ നോക്കുന്നുണ്ട്. അതേസമയം ചൈന ഇരു രാജ്യങ്ങളിൽ നിന്നും ചിപ്പ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താൽപര്യപ്പെടുന്നു എന്നാണ്. വിതരണ ശൃംഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനും കയറ്റുമതി നിയന്ത്രണങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താനും 3 രാജ്യങ്ങളും സമ്മതിച്ചതായും പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. പ്രാദേശിക ആഗോള വ്യാപാരത്തെ പിന്തുണയ്ക്കുന്നതിനായി ദക്ഷിണ കൊറിയ, ജപ്പാൻ, ചൈന സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചുള്ള സമഗ്രവും ഉന്നതതലവുമായ ചർച്ചകൾക്ക് അടുത്ത് സഹകരിക്കുമെന്ന് രാജ്യങ്ങളുടെ വ്യാപാര മന്ത്രിമാർ പ്രതിജ്ഞയെടുത്തതായി യോഗത്തിന് ശേഷമുള്ള ഒരു സംയുക്ത പ്രസ്താവന സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഷിംഗ്ടണിന്റെ വ്യാപാര പങ്കാളിത്തത്തെ അട്ടിമറിക്കുകയാണ് എന്നാണ് താരിഫ് നയങ്ങളോടും മറ്റ് നീക്കങ്ങളോടുമുള്ള രാജ്യങ്ങളുടെയും നേതാക്കളുടെയും ഒക്കെ പ്രതികരണം. ഇതിനിടയിൽ ഏപ്രിൽ 2 ട്രംപ് വിമോചന ദിനം, അതായത് ലിബറേഷൻ ഡേ എന്ന് വിളിക്കുന്ന ദിവസം കൂടുതൽ താരിഫുകൾ പ്രഖ്യാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപിന്റെ താരിഫുകൾക്കെതിരെ ഏഷ്യൻ കയറ്റുമതി ശക്തികൾ പോരാടുമ്പോഴാണ് ചർച്ചയുടെ ഭാഗമായ അഭിപ്രായങ്ങൾ വരുന്നത്. തകർന്ന ഫുകുഷിയാമ ആണവ നിലയത്തിൽ നിന്നുള്ള മലിനജലം ജപ്പാൻ പുറത്തുവിടുന്നതും പ്രാദേശിക തർക്കങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അവർ തമ്മിൽ തർക്കത്തിലായിരുന്നു എങ്കിലും ബെയ്ജിംഗ്, സിയോൾ, ടോക്കിയോ എന്നിവ യുഎസിന്റെ പ്രധാന വ്യാപാര പങ്കാളികളാണ്. US താരിഫുകൾക്കുള്ള സംയുക്ത പ്രതികരണത്തിന്റെ കുറച്ചുകൂടി വിശാലമായ വ്യാഖ്യാനമാണിത് എന്നാണ് ദക്ഷിണ കൊറിയയുടെ വ്യാപാര മന്ത്രാലയത്തിന്റെ വക്താവിന്റെ പ്രതികരണം. എല്ലാ രാജ്യങ്ങളുമായും പരസ്പര താരിഫ് പ്രഖ്യാപിച്ച ട്രംപ് കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക താരിഫ് ഏർപ്പെടുത്തുകയും അതുപോലെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% അധിക താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശേഷം ചൈനയുടെ പ്രതികാര താരിഫുകളെ തുടർന്ന് ഇത് 20% വീണ്ടും ഉയർത്തി. ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈലുകൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് ടൊയോട്ട, നിസാൻ, ഹോണ്ട തുടങ്ങിയ പ്രധാന ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളെ ബാധിച്ചു. ട്രംപ് ലിബറേഷൻ ഡേയുടെ ഭാഗമായ ഈ തീരുമാനം US വ്യാപാര നയങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സ്ഥിര നടപടിയാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരിഫ് പ്രത്യേകിച്ചും സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. അവിടെ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക ഘടകമായ US-ലേക്കുള്ള രാജ്യത്തിന്റെ കയറ്റുമതിയുടെ 28.3% ഓട്ടോമൊബൈലുകളാണ്. താരിഫുകൾക്ക് ഏറ്റവും ഫലപ്രദമായ പ്രതികരണം പരിഗണിക്കുമ്പോൾ ജപ്പാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്ത് വയ്ക്കുമെന്ന് പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബ നേരത്തെ പ്രസ്താവിച്ചിരുന്നു.